നമുക്ക് എൻ്റെ മുസഹഫ് എന്ന് പറയാൻ എത്ര പേരുടെ കയ്യിൽ മുസഹഫ് ഉണ്ട്? ഓതലുണ്ടോ? മുസഹഫുള്ള ആളുകൾ തന്നെ ഉണ്ടാവാം. എത്ര പേര് ഓതുന്നുണ്ട്? ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുന്നവരുണ്ടോ? യാസീൻ പോലും ഡെയിലി ഓതാത്ത ആളുകൾ ഇന്നത്തെ തലമുറയിൽ വന്നു കയറുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആകെ ഓതിയിരുന്നത് യാസീനാണ് എല്ലാ ദിവസവും. അതുപോലും ഇന്ന് കറക്റ്റ് അല്ല. മിക്ക ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വമസാഅ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ പതിവായി ഓതിയിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം പോലും മുടങ്ങിയിരുന്നില്ല. അതാണ് കാന എന്ന പദപ്രയോഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. ദവാമിനെ കുറിക്കും നിത്യമായി ചെയ്തിരുന്ന അമലാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. യാസീൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതിയോ അത് ഹാസിലാകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. രോഗശമനത്തിന് വേണ്ടി ഓതാം, പാപമോചനത്തിന് വേണ്ടി ഓതാം, മക്കളെ സാലിഹീങ്ങളാകാൻ ഓതാം, റിസ്ക് വിശാലമാകാൻ ഓതാം. ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടയാതനകൾ അനുഭവിച്ചുകൊണ്ട് വർഷങ്ങളായി തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് നിലകൊള്ളുന്ന ഭർത്താവാണ്. അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പെങ്ങളെ, നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതണ്ട സൂറത്താണ് യാസീൻ. യാസീൻ എന്ന സൂറത്തിൽ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഓതിയാലും അത് ഹാസിലാകുമേ എന്ന് പറഞ്ഞത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീൻ നമ്മളത് വിട്ടുകളഞ്ഞു. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ സൂറത്തെന്ന് നബിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ ഖറഅ സൂറത്തൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ ലം യജിദുഹു ഫഖത്തുൻ അബദാ. എല്ലാ രാത്രിയിലും മുടങ്ങാതെ സൂറത്തുൽ വാഖിയ ഏതൊരു സത്യവിശ്വാസി പാരായണം ചെയ്യുന്നു, ദാരിദ്ര്യം അവന് ഉണ്ടാവുകയില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസാൻ ലം യജിദുഹു ഫഖത്തുൻ അബദാ. ഒരിക്കലും അതാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തോതണം? എല്ലാ ദിവസവും എന്തോതണം? സൂറത്തുൽ വാഖിയ ഓതണം. ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചതല്ല, ഇതൊക്കെ മാതാപിതാക്കൾ ചെയ്യണം. അപ്പോഴാണത് മക്കള് കണ്ടിട്ട് ചെയ്യുക. നമ്മൾ ഇതൊക്കെ അറിയാം, ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. യാസീന്റെ മഹത്തറിയാം, വാഖിയയുടെ മഹത്തറിയാം, സൂറത്തുൽ മുൽക്കിന്റെ മഹത്തറിയാം, പക്ഷെ ഓതുന്നില്ല. അതാണ് വിഷയം. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്താൽ വലിയ പുണ്യമാണെന്ന്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നാ പറയാം. എന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എല്ലാത്തിനും സമയം ഉണ്ടാവും. തിരക്കിട്ട യാത്രയാണ്, വണ്ടി ആക്സിഡന്റ് ആയി, നല്ല തിരക്കാ. ഇപ്പൊ നേരെ പോയി എയർപോർട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അവിടെ എത്തി, ഫ്ലൈറ്റ് എത്തി, നേരെ അവന്റെ ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ വിസയുടെ പ്രശ്നം വരും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ആക്സിഡന്റ് ഉണ്ടായി 2 മാസം ആചാര്യ ഇവിടെ കിടക്കേണ്ടി വന്നു, ഒരു പ്രശ്നമില്ല, എല്ലാ തിരക്കും കഴിഞ്ഞു. എടാ, ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടല്ല പിന്നീട് സങ്കടപ്പെടേണ്ടത്. അതിനു മുമ്പ് തന്നെ സമയം കണ്ടെത്തണം. എല്ലാത്തിനും സമയം കണ്ടെത്തണം. എല്ലാത്തിനും സമയമുണ്ട്. നമ്മൾ നിയ്യത്ത് വെച്ചാൽ റെഡിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. ഖുർആൻ ഓതാൻ തയ്യാറാകണം, ദിക്ർ ചൊല്ലാൻ തയ്യാറാകണം. വീട്ടിലൊക്കെ ബറക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ബറക്കത്തുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ. നബി തങ്ങൾ പറയുന്നു, അൽ ബൈത്തുല്ലദി യഖറഉ ഫീഹിൽ ഖുർആൻ യക്സുറു ഖൈറുഹു വയത്തസിഉ അലാ അഹ്ലിഹി ശഫീഉനാ റസൂലുള്ളാഹി.
ഒരു വീട്ടിൽ നിത്യമായ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് അധികരിക്കും. ഞാനല്ല പറഞ്ഞത്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയത്തസിഉ അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് ആ വീട് തന്നെ അവർക്കുള്ളതാകുന്ന സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ തന്നെ വിശാലതയാകുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാത്തിനും വിശാലതയുണ്ടാകും. മക്കളിൽ വിശാലതയുണ്ടാകും, ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും. അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന വാഹനത്തിനും കുടുംബത്തിനും എല്ലാത്തിനും അവന് മതിയാകുന്നതായി തോന്നും ആ ഖുർആനോത്തിലൂടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ചെറിയ ഒരു വീടായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലെ എല്ലാ കാര്യവും നടന്നിരുന്നത്. കിടപ്പുമുറി അതിലാണ്, അടുക്കള അതിലാണ്, എല്ലാ സംഭവവും അതിലാണ്. പക്ഷെ അവർക്ക് വിശാലതയുണ്ട് ആ വീട്ടിൽ. ഒരു പ്രശ്നമില്ല. 8 മുഴം നീളം 10 മുഴം വീതി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജേ ഉള്ളൂ. ഈ സ്റ്റേജിന്റെ വലിപ്പം ഈ പറയുന്നത് അത്ര തന്നെ ഇല്ല. ഇത് മതിക്കോട്ടെ, മുസാഫ് പിടിച്ചോണ്ട് ഈ മുസാഫ് ഏതോ മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നതല്ല. ഇതൊന്നും ഓതണ്ടേ? ഒരു അൽബക്കറ സൂറത്തെങ്കിലും ഓതണ്ടേ? പലപ്പോഴെങ്കിലും മാസത്തിലെങ്കിലും അൽബക്കറ ഓതിയാൽ പിശാച് ഒഴിഞ്ഞു പോകും, ഉറപ്പാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ മൂകമാകുന്ന അന്തരീക്ഷമാക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് കടക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ പിശാചികന്റെ ഉപദ്രവം ഉണ്ടാവൂല. നമ്മൾ കാണുന്നില്ല, ഏർവാടിയിലും എന്ന് വേണ്ട ഭീമാപ്പള്ളിയിലും എത്രയെത്ര സ്ഥലങ്ങളിൽ വലിയതാകുന്ന പൈശാചിക ഉപദ്രവങ്ങളുള്ള ആളുകളെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതായ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹുർക്ക് പരിപൂർണ ശമനം നൽകട്ടെ. അവരുടെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ മാസങ്ങളായി വർഷങ്ങളായിട്ട് മക്കൾക്കുണ്ടാകുന്ന ഈ പൈശാചികത ഒഴിവാക്കാൻ എത്ര മാസങ്ങളായിട്ട് അവർ നടക്കാൻ. ഈ പൈശാചികത നിന്റെ ജീവിതത്തിൽ നിന്റെ വീട്ടിൽ ഒരാൾക്കും ഉണ്ടാവൂല. നിന്റെ വീട്ടിലും അത്തരത്തിലുള്ളതാകുന്ന ശർറ് വരൂല. അൽ ബൈത്തുല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ ഓതിയ വീട്ടിൽ പിശാച് കിടക്കൂല. അപ്പോൾ ഒരു വീട് കുടിയിരിക്കുമ്പോൾ ഒരു 30 ആൾ ഒരുമിച്ച് ചേർന്നിട്ട് ഓരോ ജുസു വീതം വെച്ച് നല്ല റാഹത്തായിട്ടൊരു ഖത്മങ്ങ് ഓതണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഖത്ത് ഓതണം രാവിലെ തന്നെ റാഹത്തായിട്ട്. അതിനൊന്നും കാശില്ലെങ്കിൽ പിന്നെ എന്തിനാ ആചരിക്കുന്നത്? അത് ഓദിക്കുക, നല്ല റാഹത്തുള്ള നല്ല രീതി ഓദിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഉസ്താദെ മൗലൂദ് വേണ്ടേ? മൗലൂദ് വേണം. മൗലൂദ് ഓതേണ്ട സ്ഥലത്ത് മൗലൂദ് ഓതണം. മൗലൂദ് ഓദിക്കുക മൗലൂദ് എടുത്ത് കളയാനുള്ളതല്ല. മൗലൂദ് ഓതിയാൽ എല്ലാ ഷർറുകളും ഒഴിയും. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ വീട്ടിൽ ആലപിച്ചാൽ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്, സംരക്ഷണമാണ്. ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുന തലവാ ഉസ്താദിന്റെ വരികളാണ്. അവിടുന്ന് മാത്രമല്ല ഇത് ലോകരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് ശമായിൽ വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ്. ബഹുമാനപ്പെട്ട പ്രവാചകരുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തങ്ങളുടെ മദ്ഹുകൾ ഗദ്യമദ്യ രൂപത്തിലുള്ളതാകുന്ന മൗലിദിന്റെ പ്രകീർത്തനങ്ങൾ ഒരു വീട്ടിൽ ആലപിച്ചിട്ടുണ്ടോ, കള്ളന്റെ ശല്യം അല്ലാഹു പരിപൂർണമായി ഒഴിവാക്കുകയാണ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമേ. പരിപൂർണമായ സംരക്ഷണം അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു നൽകുമേ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് ഓതുന്നതിൽ എതിർപ്പില്ല, അത് ഓതണം, അത് ചെയ്യൽ നല്ലതാണ്, ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആനും വേണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൽബൂറത്തങ്ങോട് ഓതനം പിശാചിനെ തുരത്താൻ അതിനേക്കാൾ നല്ല മരുന്നില്ല. വൽബൈത്തുല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാൻ. പിശാച് കടക്കൂല. ഹബീബ് റസൂലുള്ളാഹി സാധാ അന്നൊന്നും ഓതാൻ പറ്റില്ല, എന്നാ ഓദിക്കും അടുത്ത ദിവസം തന്നെ. അതിനാണ് എപ്പോഴും ഇങ്ങനെ ഖത്മ് ഓതണമെന്ന് പറഞ്ഞത്. ഖുർആൻ ഇങ്ങനെ ഖത്മ് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്? അൽ ബഖറ സൂറത്തുണ്ട്. ഖുർആൻ എപ്പോഴും ഓതി ലാസ്റ്റ് ആയത്ത് സൂറത്തു നാസ് ഓതിയിട്ട് അങ്ങനെ നിർത്താൻ പാടില്ല എന്നാണ്. വീണ്ടും എന്ത് ഓതി തുടങ്ങണം? ഫാത്തിഹ ഓതി അൽ ബഖറ ഓതി അൽ ബഖറയുടെ ഒരു 5 ആയത്തെങ്കിലും ഓതി വെക്കണമെന്ന്. അങ്ങനെയാണ് എപ്പോഴും ഖത്ബ് തീർക്കുമ്പോൾ. അല്ലാതെ ആ ഓതി തീർന്നല്ല റാഹത്ത്. ഇനിയിപ്പോൾ അടുത്ത വർഷം കാണാം. അസ്സലാമു അലൈക്കും. 27 തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഹബീബേ ഹബീബേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അല്ലാഹുവിനേതാണ്? നബി തങ്ങൾ പറഞ്ഞു അൽ ഹാലു വൽ മുർതഹീലു. സഹാബത്തിന് മനസ്സിലായില്ല എന്താണ് ഹാല്. നമ്മൾ ഹാലെന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുക, അതൊരു ഹാലായിട്ട് മനസ്സിലാകും. ഇതാണ് നമ്മുടെ ഹാല്. ഏതാണ് ഈ ഹാല്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. എന്താണ് നബിയെ ഹാൽ എന്ന് പറഞ്ഞാൽ? എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖതമ ഖത്മത ഇസ്തഗ്നഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവണതയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതുക. ഒരു വട്ടം കൊണ്ട് മക്കൾ ഖുർആൻ എടുക്കും ഓട്ടോമാറ്റിക്കാണ്. മുൻഗാമികളാകുന്ന അംബിയാ മുർസലീങ്ങളിൽ 313 പേരെ 1,24,000 നിന്ന് റസൂലുകളായി കടന്നു വന്നിട്ടുള്ളൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, റസൂലും നബിയും രണ്ടും രണ്ടാണ്. 1,24,000 നിന്ന് 313 പേർ മാത്രമാണ് ഇസ്ലാമിക ദഅവത്തുമായി പ്രബോധന വീതിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ല ജീവിതം കാഴ്ചവെച്ച് ജീവിച്ചവരാ. അവരാരും ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കാൻ പോയിട്ടില്ല. അവ ഏറ്റവും കൂടുതൽ ആളുകൾ നബിയായിട്ടാണോ അതല്ല റസൂലായിട്ടാണോ ഉള്ളത്? അമ്പിയാക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. റസൂലായിട്ട് എത്ര പേരുള്ളൂ? 1,24,000 എത്ര പേരാ? 313 പേർ. ദീനി ദഅവത്തുമായി ഇറങ്ങിത്തിരിച്ചത് വെറും 313 പേർ മാത്രമാണ്. അതിൽപ്പെട്ടവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി നബിയുമാണ്, റസൂലുമാണ്. അപ്പൊ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ ജനങ്ങളിൽ കാണിച്ച് ജീവിച്ചു. അവരെ കണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വന്നു. നമ്മളെ കണ്ടിട്ട് എത്ര പേർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഉള്ള ഈമാൻ തെറ്റിയപ്പോൾ നിൽക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആര്യാരുടെ ജീവിതം കണ്ടിട്ട് മനസ്സിലായി ഏകദേശം പടച്ചവൻ ഈ കോലത്തിലാണെങ്കിൽ മുസ്ലിമായി ജീവിക്കേണ്ടെന്ന്. ആ കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതുപോലെയാണ് സ്വഭാവം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് മാഷാ അല്ലാ, ആ ഹാജിയാർ എത്ര നല്ല സ്വഭാവമാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണ്. ഈ അടുത്ത് കണ്ടില്ലേ മലപ്പുറം ജില്ല വലിയ വിവാദത്തിലേക്ക് നയിച്ചപ്പോൾ ആ മലപ്പുറം ജില്ലക്കാരെ കുറിച്ച് അമുസ്ലിമീങ്ങളായ ആളുകൾ വരെ പരസ്യമായിട്ട് പറയാണ് സോഷ്യൽ മീഡിയയിലടക്കം, ജീവിക്കുകയാണെങ്കിൽ മലപ്പുറംകാരനായിട്ട് ജീവിക്കണോ. കാരണം എന്തുകൊണ്ട്? മലപ്പുറം ജില്ലയിൽ അത്ര നല്ല സ്വാലിഹീങ്ങളായ ആളുകളാണ്, സ്വഭാവം പക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്നതാകുന്ന മലപ്പുറം ജില്ലയെ നമ്പർ 1 സ്ഥാനത്തേക്ക് എടുത്തുയർത്തിയത് നമ്മളല്ല,
സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും അമുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും മതമില്ലാത്തവരും അടക്കം അവിടെ നല്ല സ്വഭാവികളാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പ്രത്യേകമായി ഉയർത്തിക്കാട്ടി. എന്നാൽ ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ആ രാജ്യത്തുകൂടി പോയാൽ, ആ ഭാഗത്തുകൂടി പോയാൽ റമദാൻ മാസത്തിൽ വെള്ളം കിട്ടാതെ ചാവും എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെ വാക്കും കൂട്ടുന്ന വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇതിനെതിരെ ആളുകൾ തന്നെ ശബ്ദിച്ചത്. മുസ്ലിമീങ്ങളടക്കം പറഞ്ഞു, അല്ല, ആ നാട് ഏറ്റവും നല്ല സ്നേഹമുള്ള നാടാണ്, ആ നാട്ടിൽ ചെന്നാലേ വെള്ളം കിട്ടി മരിക്കുകയുള്ളൂ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സ്വഭാവം കണ്ടിട്ടാണ്. ഇതേപോലെ നമ്മുടെ സ്വഭാവം നന്നാക്കി എടുക്കണം. അള്ളാഹു തൗഫീഖ് നന്നാക്കുമാറാവട്ടെ. അതിന് നമ്മൾ ദീൻ മുറുകെ പിടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നാളെ തന്നെ പ്രത്യേകിച്ച് അതിനുവേണ്ടി വേറെ കോഴ്സിലൊന്നും ചേരണ്ട. ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മതി. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ വെച്ച് പുലർത്തൂല. എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും വെച്ച് പുലർത്തി ജീവിക്കുന്നവനാണ്. എല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും സ്നേഹം, ഒരാളോടും വെറുപ്പില്ല. മുസ്ലിമിനോടെന്നില്ല അമുസ്ലിമിനോടെന്നില്ല, എല്ലാവരോടും സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റം വെച്ച് പുലർത്തിയവൻ, അവൻ മുഖേന മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുകയില്ല. അതാണ് മുസ്ലിമിന്റെ ഐഡന്റിറ്റി. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ നിന്നും മരിച്ചു കാണാൻ വേണ്ടി കൊതിക്കുന്നതായ നാട്ടുകാരുണ്ടാവും, അയൽവാസികളുണ്ടാവും, ബന്ധുക്കളുണ്ടാകും, സമൂഹമുണ്ടാവും. അവനൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ മരിച്ചാൽ 10 പേര് നമ്മളെ ഓർത്തുകൊണ്ട് പടച്ചറബ് അയാൾ മരണപ്പെട്ടു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുമോ? എത്ര പേരുണ്ടാകും? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 10 പേര് നന്മ പറയുമോ? ഇന്ന് മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പല ആളുകൾ നിങ്ങളുടെ പൈസ കണ്ട് കൂടിയവരുണ്ടാവും. അവർ ചിലപ്പോൾ പറയുള്ളൂ, ഹാജിയാർ പോയോണ്ട് ഇപ്പോൾ ആ പഴയ കൈമടക്കൊക്കെ പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതല്ലാതെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പടച്ചറബേ സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുന്നവർ എത്ര പേരുണ്ടാവും? അതല്ല, മരിച്ചു കഴിയുമ്പോഴത്തേക്കും പടച്ചറബേ അയാൾ മരിച്ചത് നന്നായല്ലോ എന്ന് പറയുന്ന ആളുകളാണോ കൂടുതലുണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ മനസ്സ് തന്നെ പറയും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നന്നായി പോയി എന്ന് പറയുന്ന കൗമാണ് ഇപ്പോഴത്തെ ഏകദേശം ഉള്ളത് ഉസ്താദ്. അപ്പം നമുക്ക് എവിടെയൊക്കെയോ പ്രശ്നമുണ്ട്. നമ്മളൊന്ന് റെഡിയായാൽ ഇതൊക്കെ മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ റെഡിയായെങ്കിലേ മക്കളും റെഡിയാവുള്ളൂ. അതിനാണ് ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മൾ നിസ്കാരം വേണം. പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരണം വാപ്പ. ഈ വെക്കേഷൻ സമയത്ത് എത്ര പേര് മകനെയും കൂട്ടി പള്ളിയിലേക്ക് വന്നവരുണ്ട്. ഉമ്മ മകളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. വാ മോളെ, നീ വന്നിട്ടേ മുസല്ല ഇരിക്കുന്നുള്ളൂ, വേമ്പ ഒതു എടുത്തുകൊണ്ട് മകളുമായിട്ട് വന്ന് അവളുമായിട്ട് ഒരുമിച്ച് നിസ്കരിക്കുക. അപ്പോൾ ആ നിസ്കാരത്തിലുള്ള അപാകതകളൊക്കെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മോളെ ഇങ്ങനെയല്ല കൈവെക്കേണ്ടത്, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഉമ്മ എപ്പോഴെങ്കിലും പറയാം, നീ പോയി നിസ്കരിച്ചു. വാപ്പയാണെങ്കിലോ പള്ളി പൊയ്ക്കോ എന്ന് പറയാൻ. ഇങ്ങനെ പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല, കൂടെ നിർത്തി കൈകാര്യം ചെയ്യിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, തുടക്കമേ ശ്രദ്ധിക്കണം. കുട്ടികളിൽ പൈശാചികത ഇല്ലാതാക്കാൻ ആദ്യമേ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ ദീനിയായ മതബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ തന്നെ കാരണം. പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കുമ്പോൾ ചെറുപ്പക്കാരനായ ആളുകൾ അവൻ കഞ്ചാവും ലഹരിയൊന്നും ഇല്ലാത്ത നല്ല സ്വാലിഹായ മനുഷ്യനാകണോ അല്ലയോ എന്നുള്ളത് പരിശോധന നടത്തണം. അല്ലാതെ ഒരു വിഭാഗം മാത്രം പോരാ. വരൻ വധുവിനെ തേടുമ്പോഴും വധു വരനെ തേടുന്ന സമയത്തും രണ്ടുപേരും മതബോധമുള്ളവരെ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അതിലൂടെ ജനിക്കുന്ന സന്താനങ്ങൾ സാലിഹ്യങ്ങളായി തീരുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇതൊരു തലമുറയെ സൃഷ്ടിക്കപ്പെടാൻ പോവാൻ. വാപ്പ ഉമ്മയിലൂടെ ഇനി ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടാൻ. ആ തലമുറകൾ മുഴുവനും സാലിഹ്യങ്ങളാകണമെങ്കിൽ ഈ മാതാപിതാക്കൾ സാലിഹ്യങ്ങളായിരിക്കണം. നിസ്സാര വിഷയമല്ല. അതുകൊണ്ടാണല്ലോ ഒരു വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിനെ ആദ്യം കാണുമ്പോൾ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിന്റെ മൂർധാവിലേക്ക്, തലയിലേക്ക് വരൻ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹു ഇവളിലുള്ള എല്ലാ ഖൈറിനെയും, ഇവളെ ഏതെല്ലാം പ്രകൃതത്തിന്മേലാണോ നീ പടച്ചത്, ആ പ്രകൃതത്തിലുള്ള എന്തെല്ലാം ഖൈറുകളുണ്ടോ അതിന് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇവൾക്ക് എന്തെല്ലാം ഷർറുകളുണ്ടോ അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഭാര്യയുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് ആദ്യമായി ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പെണ്ണിനെ കാണുമ്പോൾ ആദ്യം അതാ ചെയ്യേണ്ടത്, അല്ലാതെ ആദ്യം ലിപ് ലോക്ക് അല്ല. ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അസ്ഥിര കണ്ടു കഴിഞ്ഞാൽ ഉണ്ട് ലിപ് ലോക്ക്. ചുണ്ട് കോർത്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ, ഉണ്ട് ആദ്യം കാര്യമായിട്ട് ചുണ്ട് കൊടുക്കുക. അത് ചുണ്ടൊക്കെ നേരത്തെ കൊടുത്ത് സേവ് ദ ഡേറ്റിലാണ് ബേക്കൽ ഫോർട്ടിൽ പോയിട്ട് രണ്ടുപേരും ചുണ്ടും കൊടുത്തോണ്ട് ഇണക്കുരുവികളെ പോലെ നിൽക്കാൻ പോവാൻ. 1 വർഷം കഴിഞ്ഞാൽ കല്യാണം, ഇപ്പോഴേ ചുണ്ട് കോർത്ത് കഴിഞ്ഞ്. നീ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ വർഷം. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
പിന്നെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. എന്തൊക്കെ പരിപാടിയാണ്. കല്യാണത്തിന് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ വേറെ വിഷയത്തിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ അടുത്തൊരുത്തം കണ്ട് മുട്ടായി കൊടുക്കുന്നത്, ഒരു മണവാളൻ എന്ന് പറഞ്ഞു, കണ്ടില്ലായിരുന്നു? ഇനിയിപ്പോൾ അവൻ്റെ പരിപാടി നമ്മളെ ഏറ്റെടുക്കും. കാസർഗോഡുകാരെ ഇനി അത് കൊണ്ടുവരിക. ട്രെൻഡ് എന്തൊക്കെയുണ്ടോ അത് ഇവിടുന്നാണ് തുടങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ട് അലയടിക്കാൻ. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. സാധാരണ നമ്മളിവിടെ ഒരു പാൻസ് ഇവിടെ നെടുക കയറിയാൽ അപ്പുറത്തുനിന്ന് അങ്ങനെ കറങ്ങി അങ്ങ് എത്തുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാതാവും. തെക്കോട്ടെത്തുമ്പോൾ തുണി ഇല്ലാതായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു കീറിലിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങനെ പോന്നു വന്ന് വെട്ടും കുത്ത് റാത്തി ബായി ഫുള്ള് കീറി അങ്ങേയത്തെ തിരുവനന്തപുരം എത്തുമ്പോൾ ഫുള്ള് തുണിയില്ല. അങ്ങനെയാണ് സാധാരണ. പ്രാവശ്യം കണ്ടില്ലേ, 4 ലക്ഷം രൂപയുടെ മിഠായിയാണ് ക്രെയിനിനകത്ത് കൊണ്ടുവന്ന് പെണ്ണിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുക. ക്രെയിനിനകത്ത് കൊണ്ടുവരും, ക്രെയിനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുക. 4 ലക്ഷം രൂപയുടെ മിഠായി പരിപാടി ആരോ ഒരാൾ തുടങ്ങി വെച്ചാണ്. ഒരു കിക്കാറ്റ് ഇങ്ങനെ കൊടുത്തതാ. അവസാനം ഇതിപ്പെടുത്തി 4 ലക്ഷത്തിൻ്റെ ക്രെയിനകത്ത് കൊണ്ടുവന്ന് പെണ്ണിൻ്റെ തലയിലോട്ട് ഇറക്കി കൊടുക്കുക. വിഷമില്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഇതിനി അത് തന്നെ ട്രെൻഡായിരിക്കും. ഇനി അത് പല ഭേദങ്ങൾ കാണിക്കും. എല്ലാം നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണല്ലോ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. 45 വർഷങ്ങൾക്ക് മുമ്പ് മർഹൂം ശൈഖുന തനവാ ഉസ്താദ് എഴുതി ക്രോഡീകരിച്ചതാകുന്ന മവാഹിബുൽ ജലിയയിലൂടെ ശൈഖുന അവരുകൾ പറഞ്ഞു വെച്ചത് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ശരിയാണ്. പണമുള്ളതാകുന്ന വിശ്വാസികൾക്കിടയിൽ വരെ അവന്റെ സമ്പത്തിൻ്റെതാകുന്ന വലിപ്പം കാണിക്കാം. സ്വന്തം മകളുടെ വിവാഹം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതായ രക്ഷിതാക്കളല്ലേ. പ്രവാസ ലോകത്ത് കഴിഞ്ഞുകൂടിയതാകുന്ന വർഷങ്ങളോളം സമ്പാദിച്ചതാകുന്ന സർവ്വസമ്പാദ്യവും നാട്ടിലുള്ളവരുടെ പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പ് മാറ്റാനല്ല അത് ഉപകരിക്കുന്നത്. സ്വന്തം മകളുടെ കല്യാണം വരുമ്പോ നാട്ടുകാർക്ക് മുന്നിൽ വലിയ കങ്കേങ്ങമായി 10 ദിവസത്തിനാകുന്ന കല്യാണം നടത്തുകയാണ്. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം എന്നിങ്ങനെ പറഞ്ഞ് പല നിറങ്ങളുടെ വർണ്ണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോടെ ബൊഫേ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന് ആഭാസങ്ങൾ കാണിക്കുന്ന സമുദായമായി ഈ തലമുറ മാറിയില്ലേ. എത്ര വലിയ ധൂർത്താണ്, ദുർവയമാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പൈസ ഉള്ളവരെങ്ങനെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഇത് കണ്ടിട്ട് ഇന്നിപ്പോ ലോൺ എടുത്തിട്ടും പാവപ്പെട്ടവരും കാണിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ആഭാസങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ വലിയ ഹിസാബിടും. ദുനിയാവിൽ അള്ളാഹു വലിയതാകുന്ന വിപത്തും തരും. ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വമൻ ബദറ അഫ്ഖറഹുല്ലാഹ്, ഈ ദുനിയാവിൽ വല്ലാതെ ദൂർത്തും ദുർവയം നടത്തിയവനെ അള്ളാഹു അങ്ങേയറ്റം അഫ്ഖറഹുല്ലാഹ്, ഏറ്റവും വലിയ ദരിദ്രനാക്കി മാറ്റും. സയ്യിദുനാ റസൂലുള്ളാഹി ഉറപ്പാണത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒന്നില്ലെങ്കിൽ ദുനിയാവ് കൊണ്ട് ദരിദ്രൻ, അല്ലെങ്കിൽ ആഖിറം കൊണ്ട് ദരിദ്രൻ, രണ്ടാലൊന്നും അള്ളാഹു തരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ദൂർത്തും ദുർവയവും മുസ്ലിമിന് ചേർന്നതല്ല. അതൊക്കെ ഒഴിവാക്കിക്കോ. അനാമത്ത് ചെലവുകൾ, ആവശ്യമില്ലാത്ത പരിപാടികൾ ഒക്കെ ഒഴിവാക്കിക്കോ. അതിനൊന്നും നമ്മൾ കൂടുതൽ വാഴ്ന്നു പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഇന്നും ബുദ്ധി ഉദിക്കാത്ത ആളുകൾ നമ്മുടെ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ അവനും അള്ളാഹുമായിട്ടായിക്കോട്ടെ. എത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കേൾക്കാത്ത ആളുകളുണ്ട്. നിസാരവൽക്കരിക്കുന്നവർ, ആലിമീങ്ങളുടെ, ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ, മുദരിസന്മാരുടെ, ഇമാമിങ്ങളുടെ വാഴ്ന്നുകളെയൊക്കെ നിഷ്ഫലമാക്കി നിസാരവൽക്കരിക്കുന്നവന് നാളെ ആഖിറത്തിൽ അവരുമായി അള്ളാഹുമായിട്ട് ഹിസാബ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനി കൂടുതൽ അതിലേക്ക് പറയുന്നില്ല.
ഇതൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ പറഞ്ഞതാണ്. പല രീതിക്ക് കാണിക്കുന്ന ആഭാസങ്ങൾ വീണ്ടും വീണ്ടും അത് കുറയുന്നില്ല, കൂട്ടിക്കൂടിക്കൊണ്ടുവരികയാണ്. മുനിയന്മാർ പറയട്ടെ, വിഷയമൊന്നുമില്ല, നമ്മളിത് ഏത് 6-ാം നൂറ്റാണ്ടിലല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും ഇത് തന്നെ കാണിച്ചു കൂട്ടുന്നവർ അവരും അള്ളാഹു നമ്മളൊക്കെ പറയാന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് പറയുന്നു, ഉൾക്കൊണ്ടില്ലെങ്കിൽ അദാബാണ്. അള്ളാഹു നമ്മളെ കാക്ക് സംരക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ദീനിയായ പെണ്ണായിരിക്കണം, ദീനിയായ പുരുഷനായിരിക്കണം. അവരുണ്ടാകുന്ന കുട്ടി സ്വാലിഹീങ്ങളാകണമെങ്കിൽ ആ പെണ്ണിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് തുടക്കത്തിന് ദുആ ചെയ്യണം. നീ നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ ഇദാ അറത്ത ഇലാ അഹ്ലിക ഫഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ജന്നിബിശ് ശൈത്വാൻ വജന്നിബിനശ് ശൈത്വാന ഫീമാ റസഖതനാ. ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുവേ, പിശാചിനെ നീ ഒഴിവാക്കി തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് വേണം കിടപ്പറയിലേക്ക് പോകാൻ സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതൊക്കെ നിസാരവൽക്കരിച്ചവർ ഇന്നും ഈ ഉമ്മത്തിൽ വിരൽ കടിക്കുന്നവരുണ്ട്, മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. കാരണം പൈശാചികത ഒഴിവാക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്വാനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ അവൻ അഊദും ബിസ്മിയും ചൊല്ലാതെയാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്. പിശാച് ചുരുണ്ട് കിടക്കും ഇഹ്ലീലഹു, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത്. നീയാണ് അവളുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ പിശാചായിരിക്കും യഥാർത്ഥത്തിൽ ആ ബന്ധം സ്ഥാപിക്കുക. അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ നിനക്കുപകരിക്കില്ല. കുട്ടി പൈശാചികത ഉള്ളവനാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെല്ലണം? ഔദും ബിസ്മി. ഇതൊക്കെ തമാശയായിട്ട് നമ്മൾ കാണരുത്. ഏതെങ്കിലും പാശ്ചാത്യർ 2 സിനിമയുടെ പോസ്റ്ററോ അതും ഇതൊക്കെ കണ്ടിട്ട് വലിഞ്ഞു കയറുന്നവരെ മനസ്സിലായിക്കോ, ആഖിറം നഷ്ടമാണ്. മക്കള് സാലിഹീങ്ങളായി തീരൂല. നിസ്സാര വിഷയമല്ല. പിശാചിന് കടക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഞാൻ മുമ്പ് ഇത് പ്രസംഗിച്ചപ്പോൾ കുറച്ച് പേര് ഇതെടുത്തിട്ട് ട്രോളി, പിശാച് ചുരുണ്ട് കിടക്കുകയാണ് അവിടെ പോയിട്ട്, ഇറങ്ങും കണ്ടില്ല. എടാ, അതിന് ഞങ്ങളുടെ മതത്തിൽ പറയുന്നത് ഇതൊക്കെയാണ്. പരിശുദ്ധ ഇസ്ലാം ഇത് നിരീശ്വരവാദികളും യുക്തിവാദികളും ഇതൊക്കെ എടുത്തിട്ട് വലിയ കോറലുണ്ട്. ഹദീസിലുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന എല്ലാ തലത്തിലൂടെയും പിശാച് സഞ്ചരിക്കും. ഷഫീഉനാ റസൂലുള്ളാഹി യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബ വൽ ഖൻസീർ. നായയുടെയും പന്നിയുടെയും രൂപത്തിൽ വരെ പിശാച് രൂപമാറ്റം വരുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ മലക്കുകളോ യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖൻസീർ. നായും പന്നിയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ രൂപത്തിലും മലക്കുകൾക്ക് രൂപം മാറാൻ പറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇശാഇന് ശേഷം തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ വെളിയിൽ. സംസ്കാരമൊക്കെ കഴിഞ്ഞു. അവ 2 സഹാബികൾ ഇങ്ങനെ ഇരുട്ടത്തുങ്ങനെ പോകുമ്പോഴത്തേക്കും നബി തങ്ങൾ അവരിങ്ങോട്ട് നോക്കുകയും ചെയ്തു. നബി തങ്ങൾ അവരെ കൈയടിച്ച് ഇങ്ങനെ വിളിച്ചു, വരാൻ പാവും. അപ്പോൾ അവരിങ്ങനെ അടുത്ത് മാറി വന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ് കേട്ടോ. എന്നിട്ട് ആ ഭാര്യയുടെ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ സഹാബികൾ പറഞ്ഞു, നഊദു ബില്ലാ, അള്ളാഹുവിനോട് ഞങ്ങൾ കാവലത്തോടുന്ന നബിയെ, തങ്ങൾ അങ്ങനെ ഞങ്ങൾ തെറ്റിദ്ധരിക്കോ? തങ്ങൾ മഅസൂമാണ്, നബിയാണ്, ഒരിക്കലും തങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കൂല, തെറ്റിദ്ധരിച്ചിട്ടുമില്ല. സ്വഹാബികളാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന തലത്തിലൂടെയൊക്കെ പിശാച് സഞ്ചരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയി ഒരു അല്പം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, മൂല്യാർ ഇശ കഴിഞ്ഞപ്പോൾ സൊള്ളക്കം ആരൊക്കെ ആയിട്ട് സൊള്ളുന്നുണ്ട് അവിടെ. ആരാണോ, ഏത് പെണ്ണാണോ? കാരണം പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ, പെണ്ണാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ മനസ്സിലേക്ക് പിശാച് ഇട്ട് തരും. അതുകൊണ്ട് സംശയം ജനിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട. അത് പാടെ ഒഴിവാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇതെന്റെ ഭാര്യ ഇന്നവളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ വാക്യമാണെന്ത്? ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന എല്ലാ തലത്തിലൂടെയും പിശാച് സഞ്ചരിക്കും. നിങ്ങളുടെ നാടി നരമ്പുകളിലൂടെ ഒക്കെ സഞ്ചരിക്കും. അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് പോകൂലേ? ഉറപ്പായിട്ടും പോകും. ഹദീസാണ്, ഇതൊക്കെ വെറുതെ പറയല്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ ഇത് പറയുന്നത്. കർശനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ജനനേന്ദ്രിയത്തിലേക്ക്, നമ്മുടേതാകുന്ന ദ്വാരങ്ങളിലേക്കുള്ളിലേക്കും തുറക്കപ്പെട്ട ദ്വാരങ്ങൾക്കുള്ളിലേക്കുമൊക്കെ പിശാച് എപ്പോഴും കടക്കും. അതുകൊണ്ടാണ് ഔറത്ത് വെളിവാകുന്ന സമയങ്ങളിലൊക്കെ പിശാചിനെ കാവൽ തേടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വാഷ്റൂമിലേക്ക് പോകണം, ടോയ്ലറ്റിലേക്ക് പോവാം, ഇടതുകാല് വെച്ചങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിഫി
ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവല് തേടുന്നു. കാവല് തേടാൻ പറഞ്ഞു. കാരണം എന്താ? വാഷ്റൂമിൽ പോയിട്ട് അല്പാൽപമായിട്ട് ഔറത്ത് ഒഴിവാക്കും. പിശാച് നിന്നിലേക്ക് സ്വാധീനം ചെലുത്തരുത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാവല് തേടിക്കൊണ്ട് കയറണം. സയ്യിദുനാ റസൂലുള്ളാഹി ഇതേപോലെയാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞപ്പോൾ ഓക്കെ, പിന്നെ ഇവിടെ പറയുമ്പോൾ മാത്രം എന്താ നിനക്കൊരു വിഷമം? ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്ത് വേണം? ഔദും ബിസ്മി വേണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. മക്കളിൽ പിശാച് ബാധ ഏൽക്കാതിരിക്കാൻ ഗൗരിക്കേണ്ട വിഷയമാണ്. തീർന്നില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഹദീസുകളുടെ അടിസ്ഥാനം വെച്ചാണ് സംസാരിക്കുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കണേ. ബാങ്ക് വിളിച്ചാൽ പിശാച് കീഴ്വായി വിട്ടുകൊണ്ട് ഓടുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ബാങ്ക് വിളിയുടെ നാദമെത്തുന്ന സ്ഥലത്ത് നിന്നൊക്കെ പിശാച് ഓടുമെന്നാണ്. കുട്ടിയിൽ നിന്ന് പൈശാചികത ഒഴിവാക്കാനാണ് ആ ബാങ്ക്. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കലുണ്ടോ? കൊടുക്കലുണ്ട്. ഇത് തുടക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശുവായിട്ട് ഉമ്മാക്കും ആ ഒരു ബന്ധമുണ്ട് കുട്ടിയുമായിട്ട്. ആ ബന്ധം പൊക്കിൾക്കുടി ബന്ധം. അതുകൊണ്ട് തന്നെ ഉമ്മ എന്ത് ഓതിയാലും യാ അല്ലാഹ് കുട്ടിക്ക് അങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഗർഭിണികളായ ആളുകൾ, സഹോദരിമാർ ശ്രദ്ധിക്കണമെന്ന് ഇപ്പൊ ഡോക്ടർമാരും പറയുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, അടിയുണ്ടാക്കുക, ഇതൊക്കെ ആരെ ബാധിക്കും? കുഞ്ഞ് വലുതാവുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ റൗഡിയാണ്. കാസർഗോഡിൽ അറിയപ്പെട്ട ഗുണ്ട ഇവനായി മാറും. അതുകൊണ്ടെന്താ? ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് നല്ല ചിട്ടയായിരിക്കണം, നല്ല നിസ്കാരം. 9 മാസം 10 ദിവസമാണ് ഗർഭധാരണ വേള. ഒരു പെണ്ണിന് ജീവിതത്തിൽ ഇത്ര വലിയതാകുന്ന ഒരു സൂക്ഷ്മതയ്ക്ക് കിട്ടിയ ഒരു സമയമില്ല. കാരണം എന്താ? അവക്ക് എപ്പോഴും ശുദ്ധിയുടെ ഘട്ടമാണ്. സാധാരണ എല്ലാ മാസത്തിലും ഒരു 6 ദിവസമെങ്കിലും ചുരുങ്ങിയത് അശുദ്ധിയുടെ ഘട്ടം ഉണ്ടാവും, പീരീഡ്സിന്റെ സമയം. ഇതതില്ല, ഫുള്ള് ശുദ്ധിയാണ്. അവ ഖുർആൻ നല്ലതുപോലെ ഓതാൻ പറ്റുന്ന സമയം. ക്ഷീണമുണ്ടാകും, സ്വാഭാവികമാണ്. ക്ഷീണമുണ്ടായിക്കോട്ടെ, അല്പം വിശ്രമിക്കട്ടെ. പക്ഷെ ആ എഴുന്നേൽക്കുന്ന സമയത്തെങ്കിലും ഒന്ന് ഒളൂ ചെയ്തിട്ട് റാഹത്തായിട്ട് ഒരു അല്പം ഖുർആൻ റാഹത്തായിട്ട് ഓതിക്കൂടെ? ഒരു 40 യാസീൻ നിയ്യത്ത് ചെയ്ത് ഓതിക്കൂടെ? വേണ്ട, ഖത്മ് ഒരെണ്ണമെങ്കിലും ചുരുങ്ങിയത് തീർത്തൂടെ? ഒരു ഖത്മ്, 9 ഖത്മ് വേണ്ട, ഓരോ മാസത്തിലും ഓരോന്ന് വെച്ച് വേണ്ട, ഒരെണ്ണമെങ്കിലും തീർത്തൂടെ? സുഗമമായി പറ്റും, സുഗമമായി പറ്റും. നമ്മൾ നിയ്യത്ത് വെച്ചാൽ നടക്കാത്തതൊന്നുമില്ല. നിയത്ത് നല്ലതെങ്കിലും തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയത്ത് വെച്ച് ഓതി അതൊക്കെ നടക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എൻ്റെ കുട്ടി വയറ്റിൽ കിടക്കുന്ന കുട്ടി സ്വാലിഹാകണം, ആണാവട്ടെ പെണ്ണാകട്ടെ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടണമെന്ന് കരുതി നിയത്ത് ചെയ്തുകൊണ്ട് നല്ല ഒരു ഖത്മ് അങ്ങ് പൂർത്തീകരിക്കുക. അല്പാൽപമായിട്ട് ഓതി തീർക്കുക. അത് അടയാളം വെക്കുക മുടങ്ങാതെ. അത് തുപ്പൽ വെച്ചിട്ട് മറിക്കാൻ പാടില്ല പേപ്പർ. അതുപോലെ തന്നെ മുസാഫ് തന്നെ മടക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അടയാളം വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നിർത്തണം. അതൊന്നും ഉള്ളൂല, അതൊന്നും മുസ്ലിമിന് ചേർന്നതേ അല്ല. മുസാഫ് എപ്പോഴും ഉയർത്തിപ്പിടിക്കണം, നെഞ്ചിനോടെ ഉയർത്തിപ്പിടിക്കണം. ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന നിലയ്ക്കുള്ള നല്ലൊരു സംഭവം പണിയണം. കണ്ടിട്ടില്ലേ അറബി? നമ്മൾ സൗദിയിലൊക്കെ പോകുമ്പോൾ പള്ളികൾ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ കണ്ടിട്ടിങ്ങ് പോന്നാൽ പോരാ, അതുപോലത്തെ നാട്ടിൽ തന്നെ ആശാരിയെ കൊണ്ട് പണിയിക്കണം. എന്നിട്ട് നല്ല റാഹത്തായിട്ട് ഇരുന്നെങ്കിൽ ഇരുന്ന് റാഹത്തായിട്ട് സൗകര്യം പോലെ പണിയിക്കും. എന്നിട്ട് നല്ല റാഹത്തായിട്ട് ഓതും. ഖുർആൻ ഓതി തീർക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്ർ അധികരിപ്പിക്കുക. ആവശ്യമില്ലാത്തൊന്നും വേണ്ട, നല്ല ഖുർആനോത്തൊക്കെ കേൾക്കുക. അപ്പൊ കുട്ടിക്ക് അത് സ്വാധീനം ചെലുത്തും. ഈ കുട്ടി ഉറപ്പായിട്ടും ഹാഫിളാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം പകുതി ഇപ്പൊ തന്നെ പഠിച്ചിരിക്കുക. വേറൊന്നുമില്ല, നല്ല റാഹത്തായിട്ട് ഉമ്മ ഓത്ത് കേട്ടുകൊണ്ടായി കിടക്കുന്നത്. ഇത് ഉമ്മ 24 മണിക്കൂർ സീരിയൽ ഒച്ചപ്പാടും പാക്കും ബഹളമായിട്ട് നടക്കുകയാണ്. പിന്നെ എങ്ങനെ ശരിയാവും? പിന്നെ കുട്ടിയും കൂടെ ഇറങ്ങുമ്പോൾ കഞ്ചാവ് അടിച്ചില്ലെങ്കിലേ ഉള്ളൂ. അള്ളാഹു മുളക്കാക്കട്ടെ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം. ഞാൻ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, വേഗം ഓടിച്ചു പറയാൻ. വലത്തെ കാതിൽ ബാങ്ക്, ഇടത്തെ കാതിൽ ഇഖാമത്ത്. വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് 1, ഒരു സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, വലത്തെ കാതിൽ. എന്തിനാ സൂറത്തുൽ ഖദ്ർ ഓതുന്നത്? ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ ഓതിയാൽ ആ കുട്ടി ജീവിതകാലത്ത് വ്യഭിചരിക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ ഖദ്ർ കുട്ടിയുടെ കാതിൽ ഓതി കൊടുക്കണം. നമ്മളിവിടെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആരെങ്കിലും തപ്പിപ്പോവുക ബാങ്ക് വിളിക്കാനായിട്ട്. പ്രസവിച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കേണ്ട സംഭവമാണ് ബാങ്ക് ഇഖാമത്തും ഈ പറഞ്ഞതൊക്കെ. 10 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒക്കെ ചെയ്തു കൊടുക്കണം. വളരെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എന്നുള്ളതാകുന്ന ആയത്ത് ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്താണ്. ആലി ഇമ്രാൻ സൂറത്ത്, ഫാത്തിഹ,
അൽ ബഖറ, ആലി ഇമ്രാൻ. എത്രാമത്തെ സൂറത്താ? മൂന്നാമത്തെ സൂറത്താണ്. മൂന്നാമത്തെ സൂറത്താകുന്ന ആലി ഇമ്രാനിലെ എത്രാമത്തെ ആയത്താണ്? 36-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം മാത്രം. ഞാൻ ഈ പറയുന്നത് മാത്രം ഓതിയാൽ മതി. ഏത്? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീബി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചിട്ടപ്പോൾ അവരുടെ മാതാവാകുന്ന ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ മഹദിവറുകൾ ഓതിയിട്ടുള്ളതാകുന്ന ആയത്താണ്. മഹാനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന ഇമാമികൾ, ഇആനത്തു താലിബീൻ അടക്കമുള്ളതാകുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചു, ഇതാരെങ്കിലും ഓതിയാൽ ആ കുട്ടിക്ക് കാലാകാലം പൈശാചികത ഒഴിവാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കണ്ടോ? അപ്പം നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ കണക്റ്റ് ആകുന്നത്. പിശാചിനെ ഒഴിവാക്കാൻ നേരത്തെ മുതലേ ശ്രദ്ധിക്കാൻ. വാപ്പ ഉമ്മ സാലിഹീങ്ങളായിരിക്കണം. വാപ്പ ഉമ്മയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. ആദ്യത്തെ കാഴ്ചയിൽ ശാരീരികമാകുന്ന ബന്ധപ്പെടുന്നതിന് മുമ്പ് ഔദും ബിസ്മിയും ചൊല്ലണം. ബന്ധപ്പെട്ടതിന് ശേഷം ജനിക്കുന്നതാകുന്ന കുട്ടിക്ക് എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയുടേതാകുന്ന കാതിൽ ബാങ്ക് കൊടുക്കണം, പിശാചിനെ ഒഴിവാകാൻ. ബാങ്കിന്റെ ബാബിൽ ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ബാങ്കി എന്ന് പറയുന്നത് എപ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാനുള്ളതാണ്. കുട്ടികൾ എന്തെങ്കിലും മൂട്ട് കാണിക്കുമ്പോൾ, കുരുത്തക്കേട് കാണിക്കുമ്പോൾ, നമ്മൾ പറയില്ല ഇവന് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കുട്ടിയാണ്, എപ്പോഴും ഒച്ചപ്പാടും ബഹളവും, രാത്രി മുഴുവൻ ഒച്ചപ്പാടും ബഹളവും, അവനാകെ നമുക്കുള്ളവർ വീട്ടിലുള്ളവർക്ക് ഉറക്കം തരുന്നില്ല എന്ന് പല സ്ത്രീകളടക്കം കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവനെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഒതു എടുത്ത് വെച്ചിട്ട് വൃത്തിയായിട്ടൊരു ബാങ്കം കൊടുക്കണം. വലത്തെ കാതിൽ, ഇടത്തെ കാതിൽ ഈ കാമ്പത്ത്. അപ്പോൾ ആ ബാങ്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കരയും. അത് പൈശാചികതയാണ്. ആ കരച്ചിലങ്ങ് കഴിഞ്ഞ് പിന്നെ ഒരു ശാന്തമായ ഒരു ഉറക്കം ഉണ്ടാവും. നമ്മൾ നോക്കിക്കോ, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊടുക്കണം. കാരണം ഈ കുട്ടിക്ക് കണ്ണീരുണ്ടാകും, പലതും ഉണ്ടാകും. അവിടെ ഇവിടെയൊക്കെ ഓടിനാടി കിടക്കുന്നതാണ്. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കുട്ടികളെ പുറത്തിറക്കരുത്. ഹദീസാണ്. മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്ന സമയം, ഞാൻ സമയമില്ല, ഞാനിതുകൊണ്ട് ഓടിച്ചോടിച്ച് പറയാൻ. ഇദാ ഖുർബത്തി ശംസു, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖുർബത്തി ശംസു യന്തശിറു ശയാതീനു. വൈകുന്നേരമായാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പിശാച് പാറി നടക്കുന്ന സമയമാണ്, പാറിക്കളിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖ്തഫൂ സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ. വഖഫൂ ഫഖ്തഫൂ സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ. നിങ്ങളുടെ നാൽക്കാലികളെ നിങ്ങൾ അതിൻ്റെ ആലയിൽ ബന്ധിക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് ബന്ധിക്കണം. നാൽക്കാലികളാകുന്ന മൃഗങ്ങൾ രാത്രിയിൽ അവിടെ ഇവിടെ വിടരുത്. എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് മഗ്‌രിബിന് മുമ്പ് തന്നെ കൊണ്ടുവന്ന് അതിൻ്റെ ആലയിൽ ബന്ധിക്കണം. കാരണം ഈ ചില മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ഇട്ട് രാത്രി പിന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, പൈശാചികത അവരിലും ഉളവാകും. അതുകൊണ്ട് തന്നെ അതിനെ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവന്ന് ബന്ധിക്കണം. കുട്ടികളെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കണം. ഹദീസാണ്, ബുഖാരിയിലുണ്ട്. ഇസസ്തജനഹല്ലൈലു, ബുഖാരിയിലുള്ള ഹദീസ് ഇങ്ങനെയാണ്, ഇസസ്തജനഹല്ലൈലു, ഇരുട്ട് വെളിവായാൽ, ഫഖ്തഫൂ സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം. ഫഇന്ന ശൈത്വാന യന്തശിറു, പിശാച് ആ സമയത്ത് പാറിക്കളിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും മനസ്സിലാക്കണം, ഇത് നിസ്സാര വിഷയമല്ല ഈ പറഞ്ഞത്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് 99.9% നമ്മുടെ കൗമ് ആ സമയത്ത് കുട്ടികളായിട്ട് ബീച്ചിലാണ്. ഒക്കെ അവിടെ തന്നെ. അസർ കഴിയുമ്പോൾ ഇറങ്ങും. തിരിച്ചു കയറുന്നപ്പോഴാ രാത്രി 9-10 മണിയാകുമ്പോൾ. പിന്നെ നേരം വെളുക്കുന്നവരെ കുട്ടിക്ക് ഉറക്കമില്ല. കുട്ടി ഒച്ചപ്പാടും ബഹളവും, നേരം വെളുക്കുമ്പോൾ പനി, ഛർദിൽ, അത് ഇത് ആകെ അസുഖങ്ങളാണ്. നമ്മുടെ കൗമ് ശ്രദ്ധിക്കുന്നില്ല. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ ഇറക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് മഗ്‌രിബ് ആകുമ്പോൾ എല്ലാം വെളിയിലാണ്. ഒറ്റ എറണയില്ല, ജമാഅത്തുമില്ല, നിസ്കാരമില്ല, എല്ലാം വെളിയില്ല. എല്ലാം ബീച്ചിൽ വന്നിരിപ്പുണ്ട്. അസ്സലാമു അലൈക്കും ടാറ്റായും കൊടുത്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ തന്നെയാണ് ഹദീസ്. നോക്ക് നിങ്ങൾ, നബി തങ്ങൾ പറഞ്ഞു രാത്രിയിൽ കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികളാണ് ഏറ്റവും വലിയ വിഷയം ഉണ്ടാകുക. അതുകൊണ്ട് ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ അത് പൈശാചികത കുട്ടികളിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടക്കം മുതലേ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളാകുന്ന ആളുകളെ കൊണ്ട് തൊട്ടുകൊടുക്കൽ സുന്നത്താണ്. സാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് തൊട്ടുകൊടുക്കുക അങ്ങനെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചരിത്രം അറിയാമല്ലോ. ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കുഞ്ഞുമായി വന്നു. ആ കുഞ്ഞിന്റെ ചരിത്രമൊക്കെ വലിയ ചരിത്രമാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു
ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുമായി വിവാഹം കഴിച്ചു. അവർക്കുണ്ടായതാകുന്ന സന്താനം, ആ കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ദീർഘമായ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ. യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞിനെ നല്ലപോലെ നോക്കണം, പനിയും ബുദ്ധിമുട്ടൊക്കെ. ആയിക്കോട്ടെ നോക്കാമെന്ന് പറഞ്ഞു. പോയി. രാത്രിയിൽ ബഹുമാനപ്പെട്ടവർ വൈകി തിരിച്ചു വരുമ്പോഴത്തേക്കും കുട്ടി മരിച്ചിട്ടുണ്ട്. കുട്ടിയെ നല്ലതുപോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വീടിൻ്റെ ഒരു മൂലയിൽ ഉമ്മ കടത്തി. ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോടുള്ള കടമയും കർത്തവ്യവും ദൂരെ നിന്ന് വരികയല്ലേ, തൻ്റെ ശരീരത്തിലേക്ക് എന്തെങ്കിലും നീയത്തുണ്ടെങ്കിലോ എന്ന് കരുതി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവിൻ്റെ മുന്നിൽ നല്ല വസ്ത്രം ധരിച്ച് നിന്നു. യാത്ര കഴിഞ്ഞ് വന്ന് അദ്ദേഹം ചോദിച്ചു, കുഞ്ഞിൻ്റെ കാര്യം എന്തായി? കുഞ്ഞ് നല്ല ഉറക്കിലാണ്, പറയുന്നത് ശരിയാണ്, പക്ഷെ കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പെണ്ണുമായി ഉമ്മു സലമ ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, സുബഹിയുടെ സമയം അപ്പോൾ മഹദി ഇവர்கள் കാര്യം പറഞ്ഞു, കുട്ടി മരിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാൻ, ഭർത്താവ് വല്ലാതെ രോഷാകുലനായി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ബഹുമാനപ്പെട്ടവർ നേരെ നബിതങ്ങളെടുക്കൽ കംപ്ലൈൻറ്റുമായി ചെന്നു. നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. സുബൈ നമസ്കാരം കഴിഞ്ഞ് നബിയോട് സംഭവം പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു, നിനക്കും നിന്റെ കുഴലിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഇന്നലത്തെ രാത്രിയിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അഥവാ നിങ്ങളുടെ ഇന്നലത്തെ ആ ബന്ധപ്പെടലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിതങ്ങളാ ദുആ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ആ ദുആഇന്റെ തൽഫലമായി 1 വർഷം തികയേണ്ടി വന്നില്ല. കുഞ്ഞ് പ്രസവിച്ചു. അതിലൂടെ അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകാൻ. ആ കുഞ്ഞുമായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും അബൂ തൽഹയും കൂടി നബിതങ്ങളെടുക്കൽ ചെന്നു. നബിതങ്ങൾ ചോദിച്ചു, വല്ലതും ഉണ്ടോ? അപ്പം ഇങ്ങനെ ഈത്തപ്പഴം എടുത്തു കൊടുത്തു. നബിതങ്ങൾ അതെടുത്ത് വായിൽ വെച്ച് ആ കാരയ്ക്ക് ഇങ്ങനെ ചവച്ചരച്ചരച്ച് ഉമിനീരുമായി നല്ലതുപോലെ കലർത്തി. ശരിക്ക് കലർത്തിയതിന് ശേഷം നബിതങ്ങൾ പതുക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ കുഞ്ഞിൻ്റെതാകുന്ന ഇളം ചുണ്ടിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ കുഞ്ഞിങ്ങനെ നുണഞ്ഞിറക്കി. നല്ലതുപോലെ ചവച്ചരയ്ക്കണം, നല്ലതുപോലെ ചവച്ചരയ്ക്കണം. ഈത്തപ്പഴമൊക്കെ അങ്ങനെ തന്നെ കൊടുത്താൽ കുഞ്ഞു മയ്യത്താവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ലതുപോലെ ചവച്ചരയ്ക്കണം. അങ്ങനെ ഉമിനീരുമായി നല്ലതുപോലെ കലർത്തണം. അപ്പോൾ സാലിഹായ മനുഷ്യനാകണം. ഇത് നമ്മൾ വീടി വലിച്ച കറയൊക്കെ ആയിട്ട് സാധനം കവച്ച് വരച്ച് കൊടുത്താൽ കൊച്ചു കഞ്ചാവ് അടിച്ചുകൊണ്ടായിരിക്കും പിന്നെ വരുന്നത് 3ൻ്റെ അന്ന്. അള്ളാഹു മുളക്കാക്കട്ടെ. അതാണിപ്പോൾ ഈ കുഴപ്പമുണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ടുവേണം അത് ചെയ്യിക്കാൻ. മാഷാ അല്ലാഹ്, ഇതിപ്പോൾ നമ്മൾ മത്സരിക്കുക, ഞാനത് തൊട്ട് കൊടുത്തതെന്ന് പറയാൻ വേണ്ടി മത്സരിക്കുക. അങ്ങനെയാണല്ലോ ഇപ്പോൾ അല്ലേ. കൊച്ചിനാരെ തൊട്ട് കൊടുത്തു, ഞാനാ. ബാങ്ക് കൊടുത്താരെ, ഞാനാണ്. പത്രത്തിൽ കൊടുത്തോ, യാ അല്ലാഹ്, നാട്ടുകാർ മൊത്തം അറിഞ്ഞോ, എല്ലാവരും അറിയിക്കുക. സാലിഹാണോ ചെയ്യുന്നത്, നല്ല ആൾക്കാരാണോ ചെയ്യുന്നത്, ഒന്നുമല്ല. 10 പേരുടെ മുന്നിൽ ഇങ്ങനെ പറയണം, അവന് തൊട്ട് കൊടുത്ത ഞാനാണ്, അവന് ബാങ്ക് കൊടുത്ത ഞാനാണ്. ഇതിങ്ങനെ ഗർവ് പറയാൻ വേണ്ടി, ഗരിമ പറയാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഈ കുഞ്ഞിന് തൊട്ട് കൊടുത്തിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ അൻസാരി അത്തംറു, അൻസാരികൾക്ക് വലിയ പ്രിയമാണ് കാരക്ക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുഞ്ഞിങ്ങനെ നുണഞ്ഞിറക്കാൻ നബിതങ്ങൾ തന്നെ ആ കുട്ടിക്ക് പേര് വെച്ചു, അബ്ദുള്ള എന്ന് പേര് വെച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ആ കുട്ടിയുടെ ഭാഗ്യത്ര. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിൽ അതുപോലെ നല്ല ഗ്ലാമറുള്ള ഒരു പയ്യനെ പിന്നെ കണ്ടിട്ടില്ല. അത്ര ചെറുപ്പക്കാർക്കിടയിൽ നല്ല ഗ്ലാമറുള്ള നല്ലൊരു പയ്യനായിരുന്നു അബ്ദുള്ള എന്ന് അനസ് റളിയല്ലാഹു അൻഹു. കാരണം ആരാ തൊട്ടുകൊടുത്തത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളെ കൊണ്ട് തൊട്ടുകൊടുക്കുക. അതിൻ്റെ ഏറ്റവും നല്ല, ഏറ്റവും മർമ്മപ്രധാനമായ രീതിയാണ് ഇവ പറഞ്ഞത്. ഈത്തപ്പഴമോ കാരയ്ക്കോ കൊണ്ടുപോയിട്ട് നല്ല കാരയ്ക്ക അത് നല്ല ചവച്ചരച്ചിട്ട് അത് ഉമിനീരുമായി കലരണം. അപ്പോഴാണല്ലോ ആ സ്വലാഹിയത്ത് പൂർണ്ണമായി മറ്റുള്ളവരിലേക്ക് കിട്ടുക. മക്കൾ സ്വാലിഹാകുക, അതാണ് ഏറ്റവും വലിയ ഘടകം. അതിനുവേണ്ടി ചെയ്യിക്കുന്നതാണ്. കുട്ടി ജനിച്ച് 7ൻ്റെ അന്നാണ് കുട്ടിക്ക് വേണ്ടിയുള്ള അഖീഖയുടെ അറവ്, മുടികളയൽ, പേരിടൽ കർമ്മമൊക്കെ നടത്തൽ സുന്നത്തുള്ളത്. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ഈ പറയുന്നത്. കുട്ടി ജനിച്ചിട്ട് 7ൻ്റെ അന്ന് തന്നെയാണ് പേരിടേണ്ടത്. അപ്പൊ നേരത്തെ പേര് വിളിച്ചതോ 3ൻ്റെ അന്ന് പേരിട്ടെങ്കിലേ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് വിട്ടു കിട്ടുള്ളൂ. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ചെയ്യണം, ജനന തീയതി കറക്റ്റ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പേര് കൊടുക്കണം. ആയിക്കോട്ടെ, പേര് കൊടുത്തോ, പക്ഷെ പേരിടൽ ചടങ്ങെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ മുട്ടായി ചടങ്ങ് പോലെ പർവ്വതീകരിക്കാനൊന്നുമല്ല. കുഞ്ഞിനെ എടുത്ത് നമ്മൾ കൈക്ക് പിടിക്കുക, ഇതെൻ്റെ മകൻ മുഹമ്മദ് ആണ് എന്ന് പറയുക. ഉദാഹരണം പേരിട്ടത് അതാണെങ്കിൽ മുഹമ്മദേ എന്ന് വിളിക്കുക, കഴിഞ്ഞു. ഞാനിവനെ പേര് വെച്ചിരിക്കുന്നു, മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു, മുഹമ്മദേ എന്നൊരു വിളിക്കുക, കഴിഞ്ഞു. പേരിടൽ കർമ്മം കഴിഞ്ഞു. ശേഷം പിന്നെ നടത്തേണ്ടത് അഖീഖയുടെ അറവാണ്. അഖീഖ എന്ന് പറയാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം അല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്. ദബീഹത്ത് എന്ന് പറയണമെന്നാണ്. ഏതുമായിക്കോട്ടെ, നമുക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞതാണ് ആ വാക്ക്. കുട്ടിയുടെ മേലുള്ളതാകുന്ന അറിവ് നമ്മൾ നടത്തൽ എന്താണ് അതിന് പറയുക? നമ്മൾ പറയാറുള്ളത് അഖീഖയുടെ അറിവ് എന്നാണ്.
ഹദീസിൽ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുള്ളത് കൊണ്ട് അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുമുണ്ട്. ഏതുമായിക്കോട്ടെ, അഖീഖയുടെ അറവ് അന്നത്തെ ദിവസമാണ് നടത്തേണ്ടത്. ഏത് ദിവസം? 7-ന്റെ അന്ന്. 7-ന് പറ്റിയില്ല എങ്കിൽ 7-ന്റെ ഗുണിതങ്ങൾ നോക്കണം. 14 അല്ലെങ്കിൽ 21, അങ്ങനെയാണ് പോകേണ്ടത്. അത് കുട്ടി ജനിച്ച് പ്രായപൂർത്തി എത്തുന്ന തലം വരെ രക്ഷിതാക്കളുടെ മേലാണ് കടമ. ഇനി അതല്ല എങ്കിൽ കുട്ടി ജനിച്ചിട്ട് പ്രായപൂർത്തി എത്തുന്ന തലം വരെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ശക്തിമത്തായ സുന്നത്താണത്. കഴിഞ്ഞില്ല എങ്കിൽ, സാമ്പത്തികമായി കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ അവരവരുടെ മേലാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അവൻ പിന്നെ സ്വന്തമായി വലുതായി അധ്വാനിച്ചതിന് ശേഷം എൻ്റെ മേലുള്ള അറിവ് ഞാൻ നടത്തുന്നു, അഖീഖയുടെ അറിവ് നിയ്യത്ത് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യണം? മൃഗത്തെ ഇറക്കണം. സാധാരണ നമ്മുടെ ഉദഹിയത്തിൻ്റെ മസല പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന കോലാടുകൾക്കും മാട് വർഗത്തിൽപ്പെട്ടതിനുമൊക്കെ 2 വയസ്സ് തന്നെ വേണം. പോത്തുമൂരി കാള ഇതിനൊക്കെ എത്ര വയസ്സ് തന്നെ വേണം? 2 വയസ്സ് തന്നെ വേണം. വയസ്സ് എത്തിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദഹിയത്തിൻ്റെ മാംസങ്ങൾക്കുള്ള മൃഗത്തിനുള്ളതാകുന്ന എല്ലാ ഷർത്തുകളും ഇതിനുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധേയമുണ്ട്. കാരണം അറവ് നടത്തിയതിന് ശേഷം ഉദഹിയത്തിൻ്റെ മാംസം പച്ചയായി തന്നെ വിതരണം ചെയ്യലാണ് സുന്നത്തെങ്കിൽ, അഖീഖയ്ക്ക് സുന്നത്തുള്ളത് അത് അറവ് നടത്തിയതിന് ശേഷം അതിൻ്റെ മാംസം കറി വെച്ച് ആ കറിയിൽ അല്പം മധുരം കൂടി ആഡ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ കറി മധുരിക്കണമെന്നല്ല, കറിയിൽ അല്പം ശുഭലക്ഷണത്തിന് വേണ്ടി സ്വല്പം മധുരം കൂടി ചേർത്ത് കറി വെച്ച് അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തെത്തിക്കലാണ് അഖീഖയുടെ അറവിൽ ഒന്നുകൂടി സുന്നത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യണം. അറവ് നടത്തിയതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? കുട്ടിയുടെ മേൽ മുടി കളയാൻ. മുടി പരിപൂർണമായി മുണ്ഡനം ചെയ്യണം. തലമുടി പരിപൂർണമായി കളയണം. രണ്ടും കഴിഞ്ഞിട്ടാണ്. ആദ്യം അറവ് നടത്തണം, പിന്നെയാണ് എന്ത്? മുടി കളയാൻ. ആദ്യം വേണ്ടത് അതാ പേരിടലാണ്. രാവിലെ തന്നെ പേരിടുക, ശേഷം കുട്ടിയുടെ മേലെ അറവ് നടത്തുക, അതിനുശേഷം എന്ത് ചെയ്യുക? മുടി കളയുക. ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യലുണ്ട്. എങ്ങനെ? കുട്ടിയുടെ തലയുടെ മേലിൽ കത്തി ഇങ്ങനെ വെക്കും, അവിടെ ആടിന്റെ കഴുത്തേലും ഇങ്ങനെ വെക്കും. രണ്ട് റെഡിയാണോ? ഓക്കെ, അല്ലോ അവരുടെ അതൊന്നും ഇല്ല. അതൊന്നൊക്കെ വെറും വിഡ്ഢിത്തരങ്ങളാണ്. അതാരോ കാണിച്ച പരിപാടിയാണ്. ആദ്യം അറവ് തന്നെയാണ് സുന്നത്ത്. അറവ് കഴിഞ്ഞതിന് ശേഷം അറുത്തിട്ട് അതിൻ്റെ മാംസം തൊലിച്ച് കറി വെക്കുക, അതൊന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചെയ്യാം. അറവ് കഴിഞ്ഞ പാടെ തന്നെ ഇവിടെ കുട്ടിയുടേതാകുന്ന തല മുണ്ഡനം ചെയ്യാം. തല പരിപൂർണമായി മുണ്ഡനം ചെയ്യുക. എന്നിട്ട് ആ മുടി സ്വർണം തൂക്കുന്ന ത്രാസിൽ കൊണ്ടുവന്ന് നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. അപ്പോൾ എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കി ആ ഗ്രാമിൽ സ്വർണം സാധുക്കൾ കൊടുക്കൽ സുന്നത്താണ്. സ്വർണം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വെള്ളി കൊടുക്കൽ സുന്നത്താണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൂക്കിയിട്ട് അതിൻ്റെ കണക്കാക്കിയിട്ട് അതിൽ വെള്ളി കൊടുക്കാൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചതായി ഹദീസിൽ തന്നെ കാണാം. ഏതായിരുന്നാലും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല. ഇനി അപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പ്രായപൂർത്തിയെത്തുന്ന തലമുമ്പെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ആ തൂക്കം എന്ത് ചെയ്യണം? ആ മുടിയുടെ തൂക്കം തൽക്കാലം ഒരു ഇതിലിട്ട് എഴുതി വെക്കണം. ഡയറി എഴുതാനും എഴുതുമല്ലോ, കുട്ടിക്ക് ഇത്ര വയസ്സിൽ ജനിച്ചു, ഇന്ന ദിവസത്തിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയെങ്കിലും എഴുതി വെക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള കടമകളും കർത്തവ്യങ്ങളും ഒക്കെ അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണേ. 7 വയസ്സെത്തുമ്പോഴാണ് നിസ്കാരം കൊണ്ടോ റമദാനിലെ നോമ്പ് കൊണ്ടും കുട്ടികളോട് കൽപ്പിക്കേണ്ടത്. 10 വയസ്സെത്തുമ്പോഴാണ് നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് നോറ്റില്ലെങ്കിലും അവരുടെ മേൽ ശിക്ഷമുറകൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് തന്നെ ശരീരം പൊട്ടാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. 10 വയസ്സെത്തുമ്പോൾ കുട്ടികളെ കിടക്കയിൽ നിന്നും മാറ്റി കിടത്തണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇസ്ലാം പറഞ്ഞു തന്നത്. 7 വയസ്സെത്തുമ്പോഴേ നിസ്കാരം നോമ്പൊക്കെ പറയാവുള്ളൂ. ഇപ്പം നമുക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എന്താ പ്രശ്നം? 3 വയസ്സ് 4 വയസ്സാകുമ്പോഴേ കുട്ടികളെ റമദാനിലെ നോമ്പിനൊക്കെ പരിശീലിപ്പിക്കുക. അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇടയത്താഴം കൊടുത്ത് അത്താഴം കൊടുത്ത് അടങ്ങേറാക്കുക. അതൊന്നും നീം പറഞ്ഞിട്ടില്ല. അവർ സ്വമേധയായി എഴുന്നേറ്റ് നമ്മളോടൊപ്പം വന്ന് അവരത്താഴം കഴിച്ച് ഒരു ളുഹർ വരെ നോമ്പ് നോറ്റെങ്കിൽ മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ല. നമ്മൾ അവരുടെ മേൽ പറയേണ്ട ഒരു സമയം എത്ര വയസ്സാ? 7 വയസ്സാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിന് കഴിവാകുന്നതല്ലാതെ അല്ലാഹ് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്നോട് ആര് പറഞ്ഞു? ഇത് പെണ്ണുങ്ങൾ ചെയ്യിക്കുന്നതിനാ? അനിയത്തിയുടെ കുഞ്ഞ് 3 നോമ്പ് വെറ്റി കഴിഞ്ഞ് റമദാനില്. കാള ഹയവാൻ ഇവനിങ്ങനെ തിന്നു പിടിച്ച് കിടക്കാണ്. ഇവനൊന്നും നോറ്റിട്ടില്ല. ഉടനെ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. എന്നിട്ട് ഇവനെ കൊണ്ട് നോമ്പ് നോറ്റിച്ചിട്ട് പിറ്റേ ദിവസം അത് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. കുടുംബ ഗ്രൂപ്പ് ഇട്ടിട്ട് വേണം ആളുകളുടെ തമ്പ് കിട്ടാൻ. തമ്പ് കിട്ടുമ്പോൾ ഇവൻ്റെ നെഞ്ചത്ത് അതിനേക്കാൾ വലിയ തമ്പ് വീഴുകയാണ്. കാരണം ഇവൻ മനസ്സുകൊണ്ട് കരുതാ പടച്ചറബെ ഉമ്മ വലിയാടാക്കാണ് ഈ കുഞ്ഞിനെ. ഉമ്മ എന്നാ നോമ്പ് നോക്ക്, കുറച്ചുകൂടി നോമ്പ് നോക്കാറുണ്ട്. റമദാൻ കഴിഞ്ഞതിന് ശേഷം ശവ്വാലിന് 6 നോമ്പുണ്ടായിരുന്നു. തള്ള നോറ്റോ?
ഇല്ല, ഇതുവരെ നോറ്റിട്ടില്ല. വേഗം നോറ്റ് വിട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ചില നോമ്പുകൾ നോക്കാതെ കുട്ടികളെ കൊണ്ട് ഇടങ്ങേറാക്കുകയാണ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് നോമ്പാണ് ഏത്? ശവ്വാലിൽ 6 നോമ്പ്. അത് കഴിഞ്ഞിട്ടേ മേറാജിന്റെ നോമ്പും അതുപോലെ തന്നെ ശഅബാന്റെ 15 നോമ്പൊക്കെ ഉള്ളൂ. ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ നോമ്പാ ശവ്വാലിന്റെ 6 നോമ്പ്. എത്ര പേര് നോറ്റ്? നമുക്ക് ഫേസ്ബുക്കിൽ ഇടാനും വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കാനും കുട്ടികളെ ബലിയാടാക്കരുത്. പ്രത്യേകം മനസ്സിലാക്കണം. 7 വയസ്സെത്തുമ്പോഴേ അവരുടെ നിസ്കാരവും നോമ്പും തന്നെ കൊണ്ട് കൽപ്പനയുള്ളൂ. അതിനു മുമ്പ് സ്വമേധയാ അവർ ചെയ്ത് ഒരു ഉച്ചവരെ പിടിച്ചാൽ അവരെ കുറ്റം പറയണ്ട, പിടിച്ചോട്ടെ, മാഷാ അല്ലാഹ്, അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഈ കഠിനമായ ചൂടുള്ള കാലഘട്ടത്തിൽ അവരിങ്ങനെ നേരത്തെ വിളിച്ച് 3, 4, 5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ കുട്ടികൾക്ക് നോമ്പ് എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായി തോന്നും. അതുകൊണ്ടാണ് ചില കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒതു എടുക്കാൻ പോകുന്നത്. കണ്ടിട്ടില്ലേ? ഒതു എടുക്കാൻ വേണ്ടിയിട്ടല്ല, മുഖം ഇങ്ങനെ കഴിയിട്ട് ഇവിടെ വരുമ്പോൾ അതൊക്കെ കുടിച്ചേക്കുക അല്പം റാഹത്ത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ആണോ അല്ലയോ? അങ്ങനെ കുടിച്ച ബിരുദന്മാരൊക്കെ ഇതിൽ ഇരിപ്പുണ്ട്. എന്തോ ആയിക്കോട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അങ്ങനെ ചെറുപ്പത്തിൽ കുടിച്ച് ശീലിച്ചാൽ പിന്നെ അത് വലുതാകുമ്പോഴും അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അത് വലിയ വിഷയമില്ലാതായി മാറും. അപ്പം അതിനോടൊരു വെറുപ്പ്, നിഫ്രത്ത് വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്താണ്, ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലിമൂ ഔലാദകും ഫലാസത ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി പഠിപ്പിക്കണേ. മഹബ്ബത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകരോടുള്ള മഹബ്ബത്താണ് ഒന്നാമതായി മക്കളിൽ അടയാളപ്പെടുത്തേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി